47.5 ലക്ഷം രൂപ ചിലവഴിച്ച അമ്പലപ്പാറ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് 12 വർഷത്തിനിടെ നാട്ടുകാർക്ക് കുടിവെള്ളം ലഭിച്ചത് പരമാവധി 4 വർഷം. അനുയോജ്യമല്ലാത്ത സ്റ്റാർട്ടറിന്റെ ശേഷിക്കുറവും വൈദ്യുതി പ്രവാഹത്തിലെ ഏറ്റക്കുറച്ചിലും മൂലം മോട്ടോറിന് അടിക്കടിയുണ്ടാകുന്ന തകരാറാണ് ശുദ്ധജല വിതരണത്തിന് പ്രധാന തടസ്സം. 3 മാസമായി ജലവിതരണം നടക്കുന്നില്ല. അമ്പലപ്പാറ മലമുകളിലും അടിവാരത്തും താമസിക്കുന്ന 113 കുടുംബങ്ങൾക്ക് കുടിവെള്ളം നൽകാൻ 2012-13 ജില്ലാ പഞ്ചായത്ത് അമ്പലപ്പാറ തപോഗിരി ശുദ്ധജല വിതരണ പദ്ധതിക്ക് അംഗീകാരം നൽകിയത്. 33 ലക്ഷം രൂപ ചെലവഴിച്ച് ചീന്തലാർ പുഴയുടെ തീരത്ത് കുളം, അമ്പലപ്പാറ മലമുകളിൽ ടാങ്ക്, മോട്ടോർ പുര എന്നിവ നിർമ്മിച്ച ജലവിതരണ പൈപ്പുകൾ സ്ഥാപിച്ചു. പദ്ധതി ഉദ്ഘാടനം ചെയ്ത് ഏതാനും മാസം ജലവിതരണം നടത്തിയതോടെ കുളത്തിൽ ആവശ്യത്തിന് വെള്ളമില്ലാതെയായി. ഇത് പരിഹരിക്കാൻ ചീന്തലാർ പുഴയ്ക്ക് കുറുകെ 10 ലക്ഷം രൂപ ചെലവഴിച്ച് ജില്ലാ പഞ്ചായത്ത് ചെക്ക് ഡാം നിർമ്മിച്ചു. ഇതോടെ വർഷകാലത്ത് കോൺക്രീറ്റ് വിടവിലൂടെ കുളത്തിൽ മാലിന്യം കയറി വെള്ളം മലിനപ്പെടുന്ന സ്ഥിതിയായി. ഇത് പരിഹരിക്കാൻ ശുദ്ധീകരണ പ്ലാന്റിന് 10 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചു. എന്നാൽ തുടർ നടപടി ഉണ്ടാകാതെ വന്നതോടെ ഫണ്ട് നഷ്ടമായി. ആദ്യം സ്ഥാപിച്ച മോട്ടോർ തകരാറിലാകുന്നത് പതിവായിരുന്നു. ഓരോ തവണയും നന്നാക്കും, എന്നാൽ ഒരാഴ്ചക്കുള്ളിൽ വീണ്ടും തകരാറിലാവും. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പുതിയ മോട്ടോറും സ്റ്റാർട്ടറും വാങ്ങാൻ 2.6 ലക്ഷം രൂപ അനുവദിച്ചു. എന്നാൽ ഏതാനും ആഴ്ചക്കുള്ളിൽ പുതിയതായി വാങ്ങിയ മോട്ടോറും തകരാറിലായി. നന്നാക്കാനുള്ള ഉത്തരവാദിത്തത്തെ ചൊല്ലി കരാറുകാരനും ഗുണഭോക്തൃ കമ്മിറ്റിയും തമ്മിലുള്ള തർക്കം മാസങ്ങളോളം നീണ്ടു. ഒടുവിൽ മോട്ടോർ വാങ്ങിയ സ്ഥാപനത്തിൽ നാട്ടുകാർ തന്നെ മോട്ടോർ എത്തിച്ചു. അപ്പോഴേക്കും ഗ്യാരണ്ടി കാലാവധി കഴിഞ്ഞിരുന്നു. മോട്ടോർ നന്നാക്കിയ 14,000 രൂപ ആര് നൽകുമെന്ന കാര്യത്തിൽ വീണ്ടും തർക്കമായി. നാട്ടുകാർ പിരിവെടുത്ത് പണിക്കൂലി നൽകി. മോട്ടോർ തിരികെ എത്തിച്ച് പ്രവർത്തിപ്പിക്കാനും തുടങ്ങി. എന്നാൽ 2 ആഴ്ച പ്രവർത്തിച്ചപ്പോൾ വീണ്ടും തകരാറിലായി. ഇപ്പോൾ കുടിവെള്ളം മുടങ്ങിയിട്ട് 3 മാസം കഴിഞ്ഞു. കുടിവെള്ള പദ്ധതിക്ക് ഏകദേശം 47 ലക്ഷം രൂപയോളം മുടക്കിയാണ് കുടിവെള്ള പദ്ധതി തുടങ്ങിയത്. ഒരു പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്തിൽ നിന്ന് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയില്ല. കാരണം ഗുണഭോക്താക്കൾ തന്നെ ഇത് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോയെങ്കിൽ മാത്രമേ കുടിവെള്ള പദ്ധതി വിജയിക്കുകയുള്ളൂ. അതിലും ഇപ്പം രണ്ടാമത് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ മോട്ടോർ കംപ്ലൈൻ്റായി. പുതിയ പാനൽ ബോർഡ്, സ്റ്റാർട്ടർ എന്നിവയ്ക്ക് തകരാറിലായ ജലവിതരണ പൈപ്പ് സ്ഥാപിക്കാനും ഉപ്പുതര പഞ്ചായത്ത് 2 ലക്ഷം രൂപയും ചെലവഴിച്ചു. എന്നാൽ മോട്ടോറിന്റെ തകരാർ മൂലം ഇപ്പോഴും ജലവിതരണം നടക്കുന്നില്ല. 90 കുടുംബങ്ങളാണ് ഇപ്പോൾ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി ഉള്ളത്. ഇവർ 2 കിലോമീറ്ററോളം ദൂരം മലയിറങ്ങി തലച്ചുമടായാണ് കുടിവെള്ളം ശേഖരിക്കുന്നത്. ഗുണഭോക്തൃ കമ്മിറ്റിയുടെ പിടിപ്പുകേടാണ് പദ്ധതിയുടെ പ്രവർത്തനം താളം തെറ്റാൻ ഇടയാക്കിയതെന്ന ആരോപണം ഉയരുന്നുണ്ട്. ഇത്രയും പണം ചെലവഴിച്ച മറ്റൊരു പദ്ധതിയും ഉപ്പുതര പഞ്ചായത്തിലില്ല. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.